മഹാഭാരതം. ധർമ്മവും അധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടിയ ഭൂമിയിലെ ഏറ്റവും വലിയ യുദ്ധം. 18 ദിവസങ്ങൾ നീണ്ടുനിന്ന ആ മഹാപോരാട്ടത്തിൽ ലക്ഷക്കണക്കിന് യോദ്ധാക്കൾ മരിച്ചു വീണു. ഭീഷ്മർ, ദ്രോണർ, കർണൻ, അർജുനൻ എന്നിങ്ങനെ ലോകം കണ്ട ഏറ്റവും മികച്ച വില്ലാളികൾ അണിനിരന്ന യുദ്ധഭൂമി. എന്നാൽ ഈ കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ ആരും അധികം കേട്ടിട്ടില്ലാത്ത ഒരു രഹസ്യമുണ്ട്. കുരുക്ഷേത്രത്തിലേക്ക് ഒരു യോദ്ധാവ് വരുന്നുണ്ടായിരുന്നു. പാണ്ഡവരുടെയും കൗരവരുടെയും സൈന്യത്തെ മുഴുവൻ വെറും 1 മിനിറ്റ് കൊണ്ട്, അതെ, കേവലം 1 മിനിറ്റ് കൊണ്ട് തുടച്ചു നീക്കാൻ ശേഷിയുണ്ടായിരുന്ന ഒരു മഹാപരാക്രമി. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ 3 അമ്പുകളുടെ ഉടമ. അവൻ വിചാരിച്ചിരുന്നെങ്കിൽ മഹാഭാരത യുദ്ധത്തിൻ്റെ ഫലം മറ്റൊന്നാകുമായിരുന്നു. ആരായിരുന്നു അവൻ? എന്തുകൊണ്ടാണ് അത്രയും വലിയൊരു ശക്തിയുണ്ടായിട്ടും അവൻ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത്? കുരുക്ഷേത്രത്തിൻ്റെ മണ്ണിൽ ഒഴുക്കപ്പെട്ട ഏറ്റവും വലിയ ചോരക്കണ്ണീരിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥയാണിത്. ഭീമന്റെ പൗത്രനായ ബാർബരിക്കിൻ്റെ കഥ. ബാർബറിക്കിൻ്റെ ഈ അത്ഭുതകരമായ കഥയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനു മുൻപ് നിങ്ങളുടെ ഒരു കൊച്ചു വിശേഷം എനിക്കറിയണമെന്നുണ്ട്. നമ്മൾ തമ്മിൽ കാണുന്നില്ലെങ്കിലും എൻ്റെ ഈ ശബ്ദത്തിലൂടെ ഞാൻ നിങ്ങളുടെ അരികിലുണ്ടല്ലോ. കടൽ കടന്നും നാടുകൾ കടന്നും ഈ കഥ നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ അവിടെ സമയം എത്രയായി? ഏത് ഏകാന്തതയിലാണോ അതോ തിരക്കിനിടയിലാണോ നിങ്ങൾ എന്നെ കേൾക്കുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഓരോ കമൻറ്റും വായിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അരികിലുണ്ടെന്നൊരു തോന്നൽ എനിക്ക് ലഭിക്കും. ശരി, നമുക്കിനി ബാർബറിക്കിൻ്റെ ആ മനോഹരമായ ലോകത്തേക്ക് പോകാം. നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. വനവാസക്കാലത്ത് പാണ്ഡവ മധ്യമനായ ഭീമസേനൻ ഹിഡിംബ എന്ന രാക്ഷസ സ്ത്രീയെ വിവാഹം കഴിച്ചു. അവർക്കുണ്ടായ മകനാണ് ആകാശത്തിലൂടെ പറക്കാനും മായകൾ കാണിക്കാനും കെൽപ്പുള്ള ഘടോദ്ഗജൻ. ഘടോദ്ഗജന് യാദവ രാജാവായ മുരുവിന്റെ മകളായ മൗർവിയിലുണ്ടായ മകനാണ് ബാർബറിക്. അതായത് കുരുവംശത്തിന്റെ രാജകീയ രക്തവും രാക്ഷസന്മാരുടെ അമാനുഷിക ശക്തിയും യാദവ വംശത്തിന്റെ തന്ത്രങ്ങളും ഒരുപോലെ ഒത്തുചേർന്ന ഒരു അത്ഭുത ശിശുവായിരുന്നു ബാർബറിക്. വളർന്നു വലുതായപ്പോൾ ബാർബറിക് ഒരു കടുത്ത ശിവഭക്തനായി മാറി. ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളിയാകുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. അവൻ വനത്തിലെ ഘോരമായ ഒരു ഗുഹയിലിരുന്ന് പരമശിവനെ പ്രീതിപ്പെടുത്താനായി കഠിനമായ തപസ്സാരംഭിച്ചു. വർഷങ്ങളോളം ബാർബറിക് ആ ഘോരവനത്തിലെ ഗുഹയിലിരുന്ന് തപസ്സു ചെയ്തു. അവന്റെ ശരീരം അനക്കമില്ലാതെ ഉറച്ചുപോയിരുന്നെങ്കിലും ഉള്ളിലെ ഭക്തി ജ്വലിക്കുന്ന അഗ്നി പോലെയായിരുന്നു. പെട്ടെന്ന് ആ പ്രദേശം മുഴുവൻ ഒരു പ്രകമ്പനത്തോടെ ഉണർന്നു. ഗുഹയ്ക്കുള്ളിലെ വായു തണുത്തുറഞ്ഞു. വനത്തിലെ പക്ഷികൾ പെട്ടെന്ന് നിശബ്ദരായി. ഒരു ദിവ്യമായ ഗന്ധം വായുവിൽ പടർന്നു. ഗുഹയ്ക്കുള്ളിൽ ഒരു അസാധാരണമായ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. അത് 1000 സൂര്യന്മാരുടെ പ്രഭയോടെ തിളങ്ങി. ഇതാ, തൃക്കണ്ണും ഗംഗയെ ചൂടിയ ജടയും കഴുത്തിൽ സർപ്പങ്ങളുമായി സാക്ഷാൽ പരമശിവൻ. ശ്മശാനഭസ്മം പൂശിയ ആ തടിനിടയിലുള്ള രൂപം ബാർബറിക്കിനു മുന്നിൽ തെളിഞ്ഞുവന്നു. പരമശിവന്റെ ഓരോ ചുവടുവെപ്പിലും ഭൂമി പ്രകമ്പനം കൊണ്ടു. ഭഗവാൻ തന്റെ ഡമാരു മുഴക്കി. പതുക്കെ ബാർബറിക് കണ്ണു തുറന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന കൈലാസനാഥനെ കണ്ട് അവൻ വികാരാധീനനായി. അവന്റെ കണ്ണുകളിൽ നിന്ന് ഭക്തിയുടെ കണ്ണുനീരൊഴുകി. പരമശിവൻ തന്റെ ഗംഭീരമായ ശബ്ദത്തിൽ മൊഴിഞ്ഞു, "മകനേ ബാർബറിക്, നിന്റെ അചഞ്ചലമായ ഭക്തിയിൽ ഞാൻ പ്രീതനായിരിക്കുന്നു. നിന്റെ ത്യാഗവും സഹനവും എന്നെ തൃപ്തിപ്പെടുത്തി. നിനക്കെന്താണ് വരം വേണ്ടത്?" ഭഗവാന്റെ ആ ദിവ്യവാണികൾ കേട്ടപ്പോൾ ബാർബറിക് ആ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. പരമശിവൻ അവനോട് ചോദിച്ചു, "മകനെ, നിന്റെ ഭക്തിയിൽ ഞാൻ പ്രീതനായിരിക്കുന്നു. നിനക്കെന്താണ് വരം വേണ്ടത്?" ബാർബറിക് വിനയത്തോടെ കൈകൂപ്പി പറഞ്ഞു, "ഭഗവാനെ, എനിക്ക് ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത അസ്ത്രങ്ങൾ വേണം. ധർമ്മത്തെ സംരക്ഷിക്കാൻ എനിക്ക് കരുത്തു വേണം." ശിവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ 3 അമാനുഷിക അമ്പുകൾ സമ്മാനിച്ചു. പ്രപഞ്ചത്തെ മുഴുവൻ വിറപ്പിക്കാൻ പോന്ന ആ 3 അമ്പുകൾ കാരണമാണ് പിൽക്കാലത്ത് അവൻ 3 ബാൺ ധാരി അഥവാ 3 അമ്പുകൾ ധരിച്ചവൻ എന്നറിയപ്പെട്ടത്. തൊട്ടുപിന്നാലെ അഗ്നിദേവൻ അവൻ ഒന്നിനും തകർക്കാൻ കഴിയാത്ത ഒരു ദിവ്യ വില്ലും സമ്മാനിച്ചു. പക്ഷേ എന്തായിരുന്നു ഈ 3 അമ്പുകളുടെ രഹസ്യം? കേൾക്കുക.
ഈ 3 അമ്പുകൾ പ്രയോഗിച്ചാൽ പ്രപഞ്ചത്തിൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടാകില്ല. ഒന്നാമത്തെ അമ്പ്. ബാർബറിക്ക് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ശത്രുക്കളെയും കൃത്യമായി കണ്ടെത്തി അവരിൽ ഒരടയാളം മാർക്ക് രേഖപ്പെടുത്തും. രണ്ടാമത്തെ അമ്പ്. ബാർബറിക്ക് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെയും യോദ്ധാക്കളെയും അടയാളപ്പെടുത്തി അവരെ സുരക്ഷിതരാക്കും. മൂന്നാമത്തെ അമ്പ്. ഇത് വില്ലിൽ നിന്ന് തൊടുത്തുവിട്ടാൽ ഒന്നാമത്തെ അമ്പ് അടയാളപ്പെടുത്തിയ എല്ലാ ശത്രുക്കളുടെയും നെഞ്ചു പിളർന്ന് അവരെ വധിച്ച് വില്ലാളിയുടെ അരികിലേക്ക് തന്നെ തിരിച്ചെത്തും. അതായത് കോടിക്കണക്കിന് വരുന്നൊരു സൈന്യത്തെ വധിക്കാൻ ബാർബറിക്കിനു വെറും 3 അമ്പുകൾ മാത്രം മതിയായിരുന്നു. അവന് ലക്ഷ്യം തെറ്റില്ലായിരുന്നു. അവന്റെ അമ്പുകളിൽ നിന്നൊളിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരിടവുമില്ലായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഹസ്തിനപുരിയിൽ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ശത്രുത മൂർധന്യാവസ്ഥയിലെത്തി. ഒടുവിൽ ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമായ കുരുക്ഷേത്ര യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. ഇരുപക്ഷവും ഭാരതവർഷത്തിലെ എല്ലാ രാജാക്കന്മാരെയും തങ്ങളുടെ പക്ഷത്തേക്ക് ക്ഷണിച്ചു. ഈ വാർത്ത കാട്ടിൽ കഴിഞ്ഞിരുന്ന ബാർബറിക്കിന്റെ കാതുകളിലുമെത്തി. ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളികൾ ഏറ്റുമുട്ടുന്ന യുദ്ധം കാണാനും തന്റെ കഴിവ് തെളിയിക്കാനുമുള്ള ആഗ്രഹം അവന്റെ ഉള്ളിലുണ്ടായി. അവൻ തന്റെ അമ്മയായ മൗർവിയുടെ അരികിലെത്തി. അമ്മേ, കുരുക്ഷേത്രത്തിൽ ധർമ്മയുദ്ധം തുടങ്ങാൻ പോകുന്നു. എന്റെ പിതാമഹന്മാരായ പാണ്ഡവർ കൗരവരോട് പോരാടാൻ ഒരുങ്ങുകയാണ്. എനിക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവാദം തരണം. മൗർവി തന്റെ മകന്റെ ശക്തി പൂർണ്ണമായും അറിയുന്നവളായിരുന്നു. അവൻ യുദ്ധത്തിനിറങ്ങിയാൽ അവിടെ ചോരപ്പുഴയൊഴുകുമെന്നവൾക്കറിയാമായിരുന്നു. അവൾ മകനെ നോക്കി ശാന്തമായി പറഞ്ഞു, മകനെ, നീ യുദ്ധത്തിന് പൊയ്ക്കൊള്ളുക. പക്ഷേ പുറപ്പെടുന്നതിനു മുൻപ് എനിക്കൊരു വാക്ക് തരണം. ബാർബറിക് അമ്മയുടെ കാല് തൊട്ട് വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, നിങ്ങൾ ചോദിക്കുന്ന എന്തും ഞാൻ തരാം. പറയൂ അമ്മേ. മൗർവി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ആ മാരകമായ പ്രതിജ്ഞ ആവശ്യപ്പെട്ടു. യുദ്ധഭൂമിയിൽ നീ ഇരുപക്ഷത്തെയും നിരീക്ഷിക്കണം. എന്നിട്ട് ഏതു പക്ഷമാണോ തോറ്റുകൊണ്ടിരിക്കുന്നത്, ഏതു പക്ഷമാണോ ദുർബലമായിരിക്കുന്നത്, നീ അവരുടെ കൂടെ നിന്ന് മാത്രമേ പോരാടാവൂ. ബാർബറിക് ഒട്ടും ആലോചിക്കാതെ പറഞ്ഞു, അമ്മേ, ഞാൻ സത്യം ചെയ്യുന്നു. യുദ്ധത്തിൽ തോൽക്കുന്നവന്റെ പക്ഷത്തു മാത്രമേ ഞാൻ നിൽക്കൂ. തന്റെ അമ്മയ്ക്ക് നൽകിയ ആ വാക്ക് തന്റെ തന്നെ മരണവാറണ്ടാണെന്ന് ആ പാവം യോദ്ധാവ് അപ്പോൾ അറിഞ്ഞിരുന്നില്ല. അവൻ തന്റെ നീലക്കുതിരയുടെ പുറത്ത് വില്ലും 3 അമ്പുകളുമായി കുരുക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. ഇതേ സമയം കുരുക്ഷേത്രഭൂമിയിൽ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു. അതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല. ഭൂമി ഇതിനു മുമ്പ് ദർശിച്ചിട്ടില്ലാത്ത അത്രയും ഭീകരമായ സൈന്യങ്ങളുടെ സംഗമമായിരുന്നു അത്. ആകാശമുട്ടെ ഉയരുന്ന പൊടിപടലങ്ങൾക്കിടയിലൂടെ 10,000-കണക്കിന് ആനകളും കുതിരകളും രഥങ്ങളും അണിനിരന്നു. ആയുധങ്ങളുടെ തിളക്കം വെയിലിനെപ്പോലും വെല്ലുവിളിച്ചു. പാണ്ഡവരും കൗരവരും തങ്ങളുടെ സർവ്വസൈന്യത്തെയും മരണത്തിന്റെ ആ ചതുരംഗക്കളത്തിൽ വിന്യസിച്ചിരിക്കുകയാണ്. അന്തരീക്ഷത്തിൽ മരണത്തിന്റെ മണം പടർന്നു തുടങ്ങിയിരുന്നു. ഓരോ യോദ്ധാവിന്റെയും കണ്ണുകളിൽ വിജയത്തിനായുള്ള ദാഹവും മറുഭാഗത്ത് നാശത്തെക്കുറിച്ചുള്ള ഭയവും നിഴലിച്ചു. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുൻപുള്ള ആ ഭയാനകമായ നിശബ്ദതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ പാഞ്ചജന്യം മുഴക്കി. ആ ശംഖനാദം കുരുക്ഷേത്രത്തെ വിറപ്പിച്ചു. തുടർന്ന് ഭഗവാൻ ഇരുപക്ഷത്തെയും പ്രമുഖ യോദ്ധാക്കളെ തന്റെ അരികിലേക്ക് വിളിച്ചു. കൃഷ്ണൻ അവരോടൊരു ചോദ്യം ചോദിച്ചു. ഈ കുരുക്ഷേത്ര യുദ്ധം ഒറ്റയ്ക്ക് പോരാടി തീർക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണ്ടിവരും? ഇതുകേട്ട് ഭീഷ്മപിതാമഹൻ മുന്നോട്ടു വന്നു പറഞ്ഞു, ഞാൻ വിചാരിച്ചാൽ എന്റെ അമ്പുകൾ കൊണ്ട് 20 ദിവസം കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാം. ഗുരു ദ്രോണാചാര്യർ പറഞ്ഞു, എനിക്ക് 25 ദിവസം വേണം. കർണൻ നെഞ്ചുവിരിച്ചു പറഞ്ഞു, എനിക്ക് വെറും 24 ദിവസം മതി. അർജുനൻ തന്റെ ഗാണ്ഡീവം ഉയർത്തിക്കൊണ്ടു പറഞ്ഞു, ഭഗവാനെ, ഞാൻ വിചാരിച്ചാൽ 28 ദിവസം കൊണ്ട് ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിക്കാം. എല്ലാവരുടെയും മറുപടി കേട്ട് ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചു. കൃഷ്ണൻ അറിയാമായിരുന്നു, ഈ യോദ്ധാക്കൾ എത്ര ശക്തരാണെങ്കിലും യുദ്ധം ആഴ്ചകൾ നീണ്ടുനിൽക്കുമെന്ന്.
എന്നാൽ അപ്പോഴാണ് ദൂരെ നിന്നും ഒരു നീലക്കുതിരയുടെ പുറത്ത് പുറകിൽ 3 അമ്പുകൾ മാത്രം തൂക്കിയ ഒരു യുവാവ് യുദ്ധഭൂമിയിലേക്ക് വരുന്നത് കൃഷ്ണൻ കണ്ടത്. അത് ബാർബരിക്കായിരുന്നു. അവന്റെ വരവ് കൃഷ്ണനിൽ വലിയൊരു ആശങ്കയുണ്ടാക്കി. കാരണം ബാർബരിക്കിന്റെ ശക്തിയും അവൻ അമ്മയ്ക്ക് നൽകിയ പ്രതിജ്ഞയും ത്രികാലജ്ഞാനിയായ ഭഗവാന് അറിയാമായിരുന്നു. യുദ്ധഭൂമിയിലേക്കെത്തുന്നതിനു മുൻപ് തന്നെ ബാർബരിക്കിനെ പടയാൻ ശ്രീകൃഷ്ണൻ തീരുമാനിച്ചു. കൃഷ്ണൻ തന്റെ രാജകീയ വേഷങ്ങളെല്ലാം മാറി ഒരു വൃദ്ധനായ ബ്രാഹ്മണന്റെ രൂപം ധരിച്ചു. ബാർബരിക് വരുന്ന വഴിയിലെ ഒരു വലിയ ആൽമരച്ചുവട്ടിൽ കൃഷ്ണൻ അവനെ കാത്തുനിന്നു. കുതിരപ്പുറത്തു വരികയായിരുന്ന ബാർബരിക് വഴിയരികിൽ നിന്ന ബ്രാഹ്മണനെ കണ്ട് കുതിരയെ നിർത്തി താഴെ ഇറങ്ങി വിനയത്തോടെ വന്ദിച്ചു. ബ്രാഹ്മണവേഷധാരിയായ കൃഷ്ണൻ അവനോട് ചോദിച്ചു, "ആരാണ് നീ മകനെ? ഈ യുദ്ധഭൂമിയിലേക്ക് വെറും 3 അമ്പുകളുമായി നീ എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ ലക്ഷക്കണക്കിന് സൈന്യമുണ്ട്. നിന്റെ ഈ 3 അമ്പുകൾ കൊണ്ട് നീ എന്തു ചെയ്യാനാണ്?" ബാർബരിക് അഭിമാനത്തോടെ ചിരിച്ചുകൊണ്ടു പറഞ്ഞു, "ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങേക്കെന്റെ ശക്തി അറിയില്ല. ഈ 3 അമ്പുകൾ വെറുമൊരു അമ്പുകളല്ല. ഞാൻ വിചാരിച്ചാൽ കുരുക്ഷേത്രത്തിലെ മുഴുവൻ സൈന്യത്തെയും വെറും 1 മിനിറ്റ് കൊണ്ട് എനിക്കില്ലാതാക്കാൻ കഴിയും." കൃഷ്ണൻ ഉച്ചത്തിൽ പരിഹസിച്ചു ചിരിച്ചു. "ഹ, നിനക്ക് ഭ്രാന്താണോ മകനെ? അർജുനനും കർണനും പോലും ദിവസങ്ങൾ വേണമെന്ന് പറയുമ്പോൾ നീ വെറും 1 മിനിറ്റ് കൊണ്ട് യുദ്ധം തീർക്കുമെന്നോ? നിന്റെ വാക്ക് വെറും പൊള്ളയാണ്. ധൈര്യമുണ്ടെങ്കിൽ എനിക്ക് മുന്നിൽ അത് തെളിയിക്കൂ." ബാർബരിക് ശാന്തനായി പറഞ്ഞു, "പറയൂ ശ്രേഷ്ഠ, ഞാൻ എങ്ങനെയാണ് എന്റെ കഴിവ് തെളിയിക്കേണ്ടത്?" അവിടെ ആകാശമുട്ടെ വളർന്നു നിൽക്കുന്ന ഒരു കൂറ്റൻ ആൽമരം അവൻ കണ്ടു. ആ മരം ഒരദ്ഭുതമായിരുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആൽമരത്തിന്റെ വേരുകൾ ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. അതിന്റെ ഓരോ ഇലയും വായുവിൽ താളം തുള്ളുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തെ പ്രവചിക്കുന്നതുപോലെ തോന്നി. ആ കനത്ത തണലിലാണ് ബ്രാഹ്മണവേഷധാരിയായ ശ്രീകൃഷ്ണൻ ബാർബരിക്കിനെ കാത്തുനിന്നത്. ചുറ്റുമുള്ള വനം നിശബ്ദമായിരുന്നു. കിളികളുടെ കരച്ചിലോ വന്യമൃഗങ്ങളുടെ ഒച്ചയോ അവിടെ കേൾക്കാനില്ല. കേവലം കാറ്റിൽ ആൽമരത്തിലെ ഇലകൾ തമ്മിൽ ഉരസുന്ന ശബ്ദം മാത്രം. കടും പച്ച നിറത്തിലുള്ള ആ ഇലകളിൽ സൂര്യപ്രകാശം തട്ടി പ്രതിഫലിക്കുമ്പോൾ ഓരോ ഇലയും ഓരോ യോദ്ധാവിന്റെ ഹൃദയം പോലെ സ്പന്ദിക്കുന്നതായി തോന്നി. ആൽമരത്തിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ ആകാശത്തേക്ക് നോക്കി പതുക്കെ ചിരിച്ചു. കൃഷ്ണൻ പറഞ്ഞു, "മകനെ, ഈ വലിയ ആൽമരത്തെ നോക്കൂ. ഇതിൽ ആയിരക്കണക്കിന് ഇലകളുണ്ട്. നിന്റെ വില്ലിൽ നിന്ന് ഒരൊറ്റ അമ്പ് തൊടുത്ത് ഈ മരത്തിലെ ഓരോ ഇലയിലും സുഷിരം വീഴ്ത്താൻ നിനക്ക് കഴിയുമോ?" ബാർബറിക് ആ ആൽമരത്തെയും അതിലെ ലക്ഷക്കണക്കിന് ഇലകളെയും നോക്കി. അതൊരസാധ്യമായ പരീക്ഷണമായിരുന്നു. പക്ഷേ ലോകത്തെ വിറപ്പിക്കാൻ പോന്ന വില്ലാളിക്ക് ആ ആൽമരം വെറുമൊരു നിസ്സാര ലക്ഷ്യം മാത്രമായിരുന്നു. അവൻ തന്റെ വില്ലെടുത്ത് കണ്ണുകളടച്ച് പരമശിവനെ മനസ്സിൽ ധ്യാനിച്ച് 1ാമത്തെ അമ്പ് വില്ലിൽ തൊടുത്തു. അവൻ ലക്ഷ്യം വെച്ചത് ആൽമരത്തിലെ ഇലകളെയായിരുന്നു. അവൻ അമ്പ് വിട്ടു. ആ ദിവ്യ അമ്പ് വായുവിൽ ഉയർന്നു പറന്ന് ആൽമരത്തിലെ ഓരോ ഇലയെയും തൊട്ട് അതിവേഗം അടയാളപ്പെടുത്താൻ തുടങ്ങി. ആയിരക്കണക്കിന് ഇലകളെ ആ അമ്പ് നിമിഷനേരം കൊണ്ട് തൊട്ടുപോയി. ഇതേ സമയം ബാർബറിക്കിന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. മരത്തിൽ നിന്നും കൊഴിഞ്ഞു വീണ ഒരില കൃഷ്ണൻ രഹസ്യമായി തന്റെ വലത് കാൽപാദത്തിനടിയിൽ ചവിട്ടി ഒളിപ്പിച്ചുവെച്ചു. കൃഷ്ണൻ വിചാരിച്ചു, ഈ ഒരിലയെ ബാർബറിക്കിന് തൊടാൻ കഴിയില്ലെന്ന്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. മരത്തിലെ എല്ലാ ഇലകളും അടയാളപ്പെടുത്തിയ ശേഷം ആ അമ്പ് നേരെ താഴേക്ക് വന്ന് ശ്രീകൃഷ്ണന്റെ കാൽപാദത്തിനു മുന്നിൽ വായുവിൽ നിന്നു. അത് കൃഷ്ണന്റെ കാലിനു ചുറ്റും കറങ്ങാൻ തുടങ്ങി. ബാർബറിക് ഇത് കണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, "ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങ് ദയവായി അങ്ങയുടെ കാൽ അല്പം മാറ്റിവെക്കൂ. അങ്ങയുടെ കാലിനടിയിൽ ഒരിലയുണ്ട്. അങ്ങ് കാൽ മാറ്റിയില്ലെങ്കിൽ എന്റെ അമ്പ് ആ ഇലയെ തുളയ്ക്കാനായി അങ്ങയുടെ പാദവും തുളച്ചുപോകും." ശ്രീകൃഷ്ണൻ അത്ഭുതപ്പെട്ടുപോയി. ഭഗവാൻ പതുക്കെ കാൽ മാറ്റി. അമ്പ് ഉടൻ തന്നെ ആ ഇലയിലും സുഷിരം വീഴ്ത്തി ബാർബറിക്കിന്റെ അരികിലേക്ക് തിരിച്ചെത്തി. ബാർബറിക്കിന്റെ അമാനുഷിക ശക്തി കൃഷ്ണന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. അവൻ വെറുമൊരു യോദ്ധാവല്ല, സാക്ഷാൽ യമരാജനെ പോലെയാണ്.
എന്നാൽ കൃഷ്ണന്റെ മനസ്സിലെ യഥാർത്ഥ ആശങ്ക അവന്റെ ശക്തിയല്ലായിരുന്നു, മറിച്ച് അവൻ അമ്മയ്ക്ക് നൽകിയ പ്രതിജ്ഞയായിരുന്നു. കൃഷ്ണൻ ചോദിച്ചു, മകനെ, നീ ആരുടെ പക്ഷത്താണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്? ബാർബറിക് തന്റെ അമ്മയ്ക്ക് നൽകിയ വാക്ക് ആവർത്തിച്ചു. ഞാൻ കുരുക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ ഏത് പക്ഷമാണോ തോറ്റുകൊണ്ടിരിക്കുന്നത്, ഞാൻ അവരുടെ കൂടെ നിൽക്കും. കൃഷ്ണൻ തന്റെ മനസ്സിൽ ആ യുദ്ധത്തിന്റെ ഭാവി കണക്കുകൂട്ടി നോക്കി. അതൊരു ഭയാനകമായ ചിത്രമായിരുന്നു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ പാണ്ഡവരുടെ സൈന്യം കൗരവരെക്കാൾ ചെറുതാണ്. അതുകൊണ്ട് പാണ്ഡവരാണ് ദുർബലർ. ബാർബറിക് പാണ്ഡവർക്കായി അമ്പു തൊടുക്കും. വെറും 1 മിനിറ്റ് കൊണ്ട് അവൻ കൗരവപ്പടയെ മുഴുവൻ കൊന്നൊടുക്കും. കൗരവപ്പട നശിക്കുമ്പോൾ കൗരവർ ദുർബലരാകും. അപ്പോൾ ബാർബറിക് തന്റെ പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടി പാണ്ഡവപക്ഷം വിട്ട് കൗരവപക്ഷത്തേക്ക് മാറും. കൗരവർക്ക് വേണ്ടി അവൻ പാണ്ഡവരെ ആക്രമിക്കും. പാണ്ഡവ സൈന്യത്തെ മുഴുവൻ അവൻ വധിക്കും. വീണ്ടും പാണ്ഡവർ ദുർബലരാകുമ്പോൾ അവൻ പാണ്ഡവപക്ഷത്തേക്ക് മാറും. ചുരുക്കത്തിൽ ബാർബറിക് ഒടുവിൽ ഇരുപക്ഷത്തെയും മാറി മാറി കൊന്നൊടുക്കി യുദ്ധഭൂമിയിൽ അവൻ മാത്രം ബാക്കിയാകുന്ന അവസ്ഥ വരും. പാണ്ഡവരോ കൗരവരോ ഈ ഭൂമിയിൽ അവശേഷിക്കില്ല. ധർമ്മസംസ്ഥാപനത്തിനായി കൃഷ്ണൻ നയിക്കുന്ന ഈ മഹായുദ്ധം അതോടെ പരാജയപ്പെടും. ഈ വിപത്തൊഴിവാക്കാൻ ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ: ബാർബറിക്കിനെ യുദ്ധഭൂമിയിൽ നിന്നും മാറ്റുക. ബ്രാഹ്മണ വേഷധാരിയായ കൃഷ്ണൻ ബാർബറിക്കിനെ നോക്കി പറഞ്ഞു, മകനെ, നീ വലിയൊരു ദാതാവാണെന്ന് ഞാൻ അറിയുന്നു. ഈ യുദ്ധഭൂമിയിലേക്ക് പോകുന്നതിനു മുൻപ് എനിക്ക് നീ ഒരു ദാനം നൽകണം. ബാർബറിക് പറഞ്ഞു, പറയൂ മഹാത്മാവേ, ഒരു ക്ഷത്രിയനായ ഞാൻ അങ്ങേക്ക് എന്ത് ദാനമാണ് നൽകേണ്ടത്? എന്റെ വില്ലോ അതോ എന്റെ ജീവനോ? ബ്രാഹ്മണൻ ക്രൂരമായ ആ ആവശ്യം മുന്നോട്ടുവച്ചു. എനിക്ക് നിന്റെ തല ദാനമായി വേണം. ബാർബറിക് ഞെട്ടിത്തരിച്ചുപോയി. അവൻ വിശ്വസിക്കാൻ കഴിയാതെ ആ ബ്രാഹ്മണനെ നോക്കി. യുദ്ധം കാണാൻ കൊതിച്ചു വന്ന തന്നോട് ഒരു ബ്രാഹ്മണൻ എന്തിനാണ് തല ചോദിക്കുന്നത്? അവൻ പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാക്കി. ഈ നിൽക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല. ബാർബറിക് കൈകൾ കൂപ്പി കണ്ണീരോടെ പറഞ്ഞു, അങ്ങൊരു സാധാരണ ബ്രാഹ്മണനല്ല. എന്റെ ജീവൻ ചോദിക്കാൻ അങ്ങേക്ക് മാത്രമേ അധികാരമുള്ളൂ. അങ്ങയുടെ യഥാർത്ഥ രൂപം എനിക്ക് കാട്ടിത്തന്നാലും. ആ നിമിഷം ശ്രീകൃഷ്ണൻ തന്റെ ബ്രാഹ്മണവേഷം വെടിഞ്ഞു. ശംഖും ചക്രവും ഗദയും പത്മവും ധരിച്ച തന്റെ ചതുർബാഹുവായ വിശ്വരൂപം ബാർബറിക്കിനു മുന്നിൽ പ്രകടിപ്പിച്ചു. കൃഷ്ണൻ പറഞ്ഞു, മകനെ, ഈ കുരുക്ഷേത്രഭൂമി യുദ്ധത്തിനായി പൂജിക്കപ്പെടണമെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും വീര്യവാനായ യോദ്ധാവിന്റെ ബലി ആവശ്യമാണ്. ഈ നിമിഷം നിന്നേക്കാൾ വലിയൊരു യോദ്ധാവ് ഈ ഭൂമിയിലില്ല. നീ യുദ്ധത്തിൽ പങ്കെടുത്താൽ ധർമ്മം നശിക്കും. അതുകൊണ്ടാണ് ഞാൻ നിന്റെ തല ചോദിച്ചത്. ബാർബറിക് ഭഗവാന്റെ കാൽക്കൽ വീണു. അവൻ പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ ഇച്ഛ നടക്കട്ടെ. എന്റെ ഈ ശരീരം അങ്ങേക്ക് സമർപ്പിക്കുന്നു. പക്ഷേ എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എനിക്ക് ഈ മഹാഭാരത യുദ്ധം മുഴുവനായും കാണണം. അതിനുള്ള വരം എനിക്ക് നൽകണം. കൃഷ്ണൻ അത്യധികം വികാരാധീനനായി അവൻ ആ വരം നൽകി. മകനെ, നീ ഈ യുദ്ധം പൂർണ്ണമായും കാണും മകനെ. ബാർബറിക് ഒട്ടും മടിച്ചില്ല. അവൻ തന്റെ മൂർച്ചയേറിയ വാളൂരി സ്വന്തം കഴുത്തറുത്തു. ആ ചോരയൊലിക്കുന്ന തല അവൻ ഭഗവാൻ കൃഷ്ണന്റെ കൈകളിൽ വെച്ചുകൊടുത്തു. ബാർബറിക്കിന്റെ മഹത്തായ ത്യാഗത്തിലും സത്യസന്ധതയിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ അതീവ സന്തുഷ്ടനായി. കൃഷ്ണൻ ആ തല തന്റെ കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, മകനെ, നീ ചെയ്ത ഈ ത്യാഗം ലോകമുള്ളതുവരെ സ്മരിക്കപ്പെടും. വരാൻ പോകുന്ന കലിയുഗത്തിൽ നീ എന്റെ തന്നെ പേരായ ശ്യാം എന്ന പേരിൽ അറിയപ്പെടും. നിന്നെ ഭജിക്കുന്ന ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളും മാറും. ജീവിതത്തിൽ തോറ്റുപോയവർ, നിരാശരായവർ നിന്റെ സന്നിധിയിലെത്തിയാൽ അവർക്ക് നീ തുണയാകും. നീ ഹാരേക്കാ സഹാര, തോറ്റവരുടെ തുണ എന്ന് വിളിക്കപ്പെടും. ഭഗവാന്റെ ആ വരപ്രകാരം ഇന്ന് രാജസ്ഥാനിലെ സീക്കർ ജില്ലയിലുള്ള ഖാദു എന്ന സ്ഥലത്ത് ബാർബറിക് ഖാദു ശ്യാംജി എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നു. കലിയുഗത്തിലെ ഏറ്റവും ജാഗ്രതയുള്ള ദൈവമായിട്ടാണ് ഭക്തർ ഖാദു ശ്യാമിനെ കാണുന്നത്. ലക്ഷക്കണക്കിന് ഭക്തരാണ് പ്രതിവർഷം തങ്ങളുടെ സങ്കടങ്ങൾ മാറി വിജയം ലഭിക്കാനായി ഈ ക്ഷേത്രത്തിലെത്തുന്നത്. അതിനുശേഷം ഭയാനകമായ ആ 18 ദിവസത്തെ യുദ്ധം നടന്നു. ഭാരതയുദ്ധത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായ ആ 18 ദിവസങ്ങൾ വെറും യുദ്ധമായിരുന്നില്ല, മറിച്ച് ഒരു മഹാപ്രളയം പോലെ സർവ്വതും നശിപ്പിച്ച കാലമായിരുന്നു. ആ തീവ്രതയെ ഇങ്ങനെ വിവരിക്കാം. കുരുക്ഷേത്ര ഭൂമി രക്തത്താൽ ചുവന്ന ആ ദിനങ്ങളിൽ
ഓരോ നിമിഷവും ഇതിഹാസങ്ങൾ മരിച്ചു വീഴുകയായിരുന്നു. ഓരോ മഹാരഥന്റെയും പതനം ആ വശത്തെ വല്ലാതെ തളർത്തി. ഭീഷ്മർ, ആദ്യ 10 ദിവസങ്ങൾ പാണ്ഡവപ്പടയെ വിറപ്പിച്ച പിതാമഹൻ, ശിഖണ്ഡിയെ മുൻനിർത്തിയുള്ള അർജുനന്റെ ശരവർഷമേറ്റ് അമ്പുകളുടെ കിടക്കയിൽ അഥവാ ശരശയ്യയിൽ വീണു. ദ്രോണാചാര്യർ, 15-ാം ദിവസം മകൻ മരിച്ചെന്ന വാർത്തയാൽ ആയുധം താഴെവെച്ച ആചാര്യനെ ദൃഷ്ടദ്യുമ്നൻ വധിച്ചു. കർണൻ, 17-ാം ദിവസം ഭൂമിയിൽ താഴ്ന്നുപോയ തന്റെ തേർചക്രം ഉയർത്താൻ ശ്രമിക്കവേ നിസ്സഹായനായി നിൽക്കുന്ന കർണനെ അർജുനൻ അഞ്ജലീഗാസ്ത്രത്താൽ വധിച്ചു. അഭിമന്യു, പത്മവ്യൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയ ആ ബാലയോദ്ധാവ് ചക്രവ്യൂഹത്തിനുള്ളിൽ വെച്ച് വഞ്ചിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു. ശല്യർ, 18-ാം ദിവസം ധർമ്മപുത്രരാൽ വധിക്കപ്പെട്ടു. ദുര്യോധനൻ, ഒടുവിൽ ഭീമന്റെ ഗദയാൽ തുടയടിച്ചു വീഴ്ത്തപ്പെട്ട ദുര്യോധനന്റെ മരണത്തോടെ കൗരവവംശം അസ്തമിച്ചു. ആനകളും കുതിരകളും മനുഷ്യരും മലപോലെ കൂട്ടിയിട്ടിരിക്കുന്ന യുദ്ധക്കളം. ആകാശത്ത് അമ്പുകൾ സൂര്യപ്രകാശത്തെ മറച്ചു. ഓരോ വീരൻ വീഴുമ്പോഴും മുഴങ്ങിയ ശംഖനാദങ്ങൾ ഭൂമിയെ വിറപ്പിച്ചു. ധർമ്മസംരക്ഷണത്തിനായി പാണ്ഡവർ വിജയിച്ചെങ്കിലും ഇരുപക്ഷത്തും ബാക്കിയായത് ശൂന്യത മാത്രം. യുദ്ധം കഴിഞ്ഞപ്പോൾ പാണ്ഡവർക്കിടയിൽ വലിയ തോതിലുള്ള അഹങ്കാരമുടലെടുത്തു. ഭീമൻ നെഞ്ചുവിരിച്ചു പറഞ്ഞു, ഞാൻ കൗരവരെ മുഴുവൻ എന്റെ ഗദ കൊണ്ടടിച്ചു കൊന്നതുകൊണ്ടാണ് നമ്മൾ ജയിച്ചത്. അർജുനൻ പറഞ്ഞു, ഇല്ല, എന്റെ ഗാണ്ഡീവത്തിന്റെ ശക്തിയും എന്റെ അമ്പുകളുമാണ് ഈ വിജയത്തിന് കാരണം. പാണ്ഡവർ പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ശ്രീകൃഷ്ണൻ പതുക്കെ ചിരിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് വന്നു. ശ്രീകൃഷ്ണൻ പറഞ്ഞു, നിങ്ങളാരും ഈ യുദ്ധം പൂർണ്ണമായി കണ്ടിട്ടില്ല. നിങ്ങളെല്ലാവരും യുദ്ധത്തിന്റെ തിരക്കിലായിരുന്നു. എന്നാൽ ഈ കുന്നിൻ മുകളിലിരുന്ന് ഒരാൾ യുദ്ധം തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടിട്ടുണ്ട്. നമുക്ക് അവനോട് ചോദിക്കാം. പാണ്ഡവർ കൃഷ്ണനൊപ്പം ബാർബരിക്കിന്റെ തലയിരിക്കുന്ന കുന്നിൻ മുകളിലെത്തി. അർജുനൻ ചോദിച്ചു, മകനെ, നീ ഈ യുദ്ധം മുഴുവൻ കണ്ടവനല്ലേ? പറയൂ, ആരാണ് ഈ യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ? ഈ വിജയത്തിന് കാരണമാരാണ്? കുരുക്ഷേത്ര യുദ്ധത്തിന്റെ വിജയാഘോഷത്തിനിടയിൽ ഉയർന്ന അഹങ്കാരത്തിൻ്റേതായ ശബ്ദങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് നിശ്ശബ്ദമായി. യുദ്ധഭൂമിയിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് കല്ലിൽ കുത്തിയെടുത്ത ഒരു പഴയ പീഠത്തിനു മുകളിൽ വെച്ചിരിക്കുന്ന ബാർബരിക്കിന്റെ തല സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും വിറങ്ങലി നിന്നുപോയി. ചിരിച്ചുകൊണ്ട്, പക്ഷേ കണ്ഠമിടറുന്ന ശബ്ദത്തിൽ ആ തല പറഞ്ഞു, പിതാമഹരെ, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. ഞാൻ കണ്ട ആ 18 ദിവസത്തെ സത്യം മറ്റൊന്നാണ്. ബാർബരിക്കിന്റെ നിർജീവമായ കണ്ണുകളിൽ നിന്ന് ആ നിമിഷം ഒരിറ്റു കണ്ണുനീർ പൊടിഞ്ഞു. ഞാൻ കണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചക്രമാണ്. അത് ശത്രുക്കളുടെ തലയറുത്തു വീഴ്ത്തുമ്പോൾ എന്റെ വനഭൂമിയിലെ കുട്ടികളെ ഓർമ്മ വന്നു. പിന്നെ ഞാൻ കണ്ടത് രക്തദാഹിയായ മഹാകാളിയെയാണ്. അവർ ആ രക്തം മുഴുവൻ കുടിക്കുന്നതാണ്. അവന്റെ സ്വരം വിതുമ്പി, നിങ്ങളെല്ലാവരും വെറും നിമിത്തങ്ങൾ മാത്രമായിരുന്നു പിതാമഹരെ. എല്ലാം ചെയ്തത് അവന്റെ തന്ത്രങ്ങളായിരുന്നു. ആ വലിയ മനുഷ്യനെ ഓർത്ത് നിങ്ങൾ അഹങ്കരിക്കരുത്. ബാർബരിക്കിന്റെ വികാരനിർഭരമായ വാക്കുകൾ പാണ്ഡവരുടെ ഹൃദയത്തിൽ കൊണ്ടു. അഹങ്കാരത്താൽ ഉയർന്നിരുന്ന ഭീമന്റെയും അർജുനന്റെയും തലകൾ വിനയത്തോടെ താഴേക്ക് കുനിഞ്ഞു. അവരുടെ കണ്ണു നിറഞ്ഞു. തങ്ങൾ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കിയ പാണ്ഡവർ യുദ്ധഭൂമിയിലെ പൊടിയിൽ വീണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ വീണു. അവർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഞങ്ങളെ ക്ഷമിക്കൂ. ഞങ്ങളൊന്നും ചെയ്തില്ല. എല്ലാം നിനക്ക് സമർപ്പിക്കുന്നു. മഹാഭാരതത്തിലെ ഏറ്റവും തീവ്രമായ ത്യാഗത്തിന്റെ കഥയാണിത്. സ്വന്തം അമ്മയ്ക്ക് നൽകിയ വാക്കുപാലിക്കാൻ യുദ്ധം ചെയ്യാനുള്ള തന്റെ ആഗ്രഹം പോലും ബലികഴിച്ച് സ്വന്തം തലയറുത്ത് നൽകിയ ബാർബറിക് ഇന്നും ഇതിഹാസങ്ങളിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു നക്ഷത്രമാണ്. അവൻ പഠിപ്പിച്ചു തരുന്ന പാഠം ഇതാണ്: നമ്മൾ എത്ര വലിയ ശക്തരാണെങ്കിലും ഭഗവാന്റെയും ധർമ്മത്തിന്റെയും തീരുമാനങ്ങൾക്ക് മുന്നിൽ നമ്മൾ വെറും നിമിത്തങ്ങൾ മാത്രമാണ്. ബാർബറിക്കിന്റെ ത്യാഗത്തിന്റെയും ഭഗവാൻ കൃഷ്ണന്റെ ലീലകളുടെയും ഈ അത്ഭുതപ്പെടുത്തുന്ന കഥയെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. ഈ ഇതിഹാസ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള അപൂർവവും വിജ്ഞാനപ്രദവുമായ കൂടുതൽ കഥകൾക്കായി കഥ എംബർ എന്ന ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും ഈ അറിവ് ഷെയർ ചെയ്യാനും മറക്കരുത്. കഥകളുടെ പുതിയൊരു ലോകവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.